ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മലപ്പുറം കിഴക്കേത്തലയിലെ പുതിയ ജാംജു വന്നിട്ടുണ്ടല്ലേ. നിങ്ങൾ വിചാരിച്ചു സൺഡേ അല്ലേ, ഒന്ന് പോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വരാമെന്ന്. നിങ്ങളും കൂടെ കൂടിക്കോ. കയ്യിലെ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മാത്രം വാങ്ങാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പോയതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കാണുമ്പോൾ ആദ്യം ഒന്ന് പോയി നോക്കും, പിന്നെ അത് മെല്ലെ കയ്യിലെടുക്കും, പിന്നെ നേരെ വിടുന്നത് അത് ഷോപ്പിംഗ് ബാഗിലോട്ടായിരിക്കും. ഈ കുട്ടികളെയും കൊണ്ട് പോകുന്നത് കാണുമ്പോൾ കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ ഇതാവുമല്ലോ എൻ്റെ അവസ്ഥ എന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. കോസ്മെറ്റിക്സ് കാണുമ്പോൾ നമ്മുടെ ഗേൾസിൻ്റെ കാലിന് ബ്രേക്ക് എന്തായാലും ഇവിടെ നിട്ടു പോകും അല്ലേ. ഇപ്പോൾ എത്ര വാങ്ങിയാലും മതിയാത്തൊരു സാധനമാണ് പാമ്പേഴ്സ്. കണ്ടില്ലേ, ഉമ്മിക്കരി പോലും നമുക്ക് കടകളിലൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നീട് ഞങ്ങൾ കുറച്ച് ബേക്കറിയും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും മറ്റും വാങ്ങിയതിന് ശേഷം വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലോട്ട് പോയി. ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളതെന്ന്, തിരക്കും കുറവാണ്. അപ്പോൾ നമുക്ക് സൗകര്യം പോലെ സാവധാനം വേണ്ട സാധനങ്ങളൊക്കെ നോക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോയി. ഇവിടെയാണ് കാണേണ്ട കാഴ്ചകളും വാങ്ങേണ്ട സാധനങ്ങളും ഉള്ളത്. എന്തു ഭംഗിയുള്ള ഡെക്കോർ ഐറ്റംസും അതുപോലെ തന്നെ ഷോപ്പിംഗ് സെറ്റുകളാണ് ഇവിടെ ഉള്ളത്. കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാം വാങ്ങിക്കൊണ്ടു പോകാൻ തോന്നും. അതുപോലെ തന്നെ അടിപൊളി ക്രോക്കറി സെറ്റുകളൊക്കെ ഇവിടെ ഉണ്ട്. വീട്ടമ്മമാരൊക്കെ ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്. ഇത് കണ്ട, ഇതാണ് കപ്പിൾ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ ബോട്ടിൽ. കണ്ടാൽ പറയില്ലല്ലോ, ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും ലീവ്സും ആണ്. ഇനിയിപ്പോൾ ബുർജ് ഖലീഫും ലണ്ടൻ ബ്രിഡ്ജൊക്കെ പോയി കാണാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റാച്ചു ഒക്കെ നന്നായിട്ട് നോക്കി. ഇച്ചിരി പിന്നെ ഗ്ലോബ് കണ്ടപ്പോൾ ഒന്ന് റൗണ്ട് അടിക്കാനൊരു ആഗ്രഹം. പിന്നെ നമ്മുടെ പഴയ മോഡലുള്ള വുഡൻ്റെ ജീപ്പും മറ്റുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കുറച്ച് നേരം നോക്കി. നേരെ താഴോട്ട് ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയി. സാധനങ്ങൾ ഓരോന്നും ട്രോളിയിലോട്ട് എടുത്തിടാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല ഉഷാറായിരുന്നു. ബില്ലിംഗ് കൗണ്ടറിലോട്ട് എത്തിയപ്പോഴല്ലേ ഓരോ സാധനങ്ങൾ അടിക്കും തോറും എമൗണ്ട് കൂടി വരുന്നത് കാണുമ്പോഴാണ് എല്ലാവർക്കും വിവരം അറിയുന്നത്. അപ്പോൾ ട്രെയിൻ പോലെ നീളമുള്ള ഒരു വലിയൊരു ബില്ലും കുറച്ച് സാധനങ്ങളായിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു. ഞങ്ങളുടെ ഇന്നത്തെ കുട്ടി ഷോപ്പിംഗ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.